കേരളത്തിൽ ബി.ജെ.പിയുടെ ഔദ്യോഗിക ചാനൽ ഇനി മുതൽ ഏഷ്യാനെറ്റാണ്. മൊയ്ലാളി നാളെ മുതൽ ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റായി കഴിഞ്ഞാൽ നിലവിലെ വാർത്താ അവതാരകൻ അഥവാ ഭജന കച്ചേരി നടത്തിക്കൊണ്ടിരിക്കുന്ന വിനു വി ജോണിന് ബി.ജെ.പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ അടുക്കളയിലാണ് ജോലി. മുതലാളിക്ക് ചായ ഇടുക, മുതലാളിക്ക് ചോറ് വയ്ക്കുക, മുതലാളിക്ക് മീൻകറി വെട്ടുക തുടങ്ങിയ ജോലികൾ കൂടി വിനു വി ജോണിനും ഒപ്പം ഏഷ്യാനെറ്റിലെ ബാക്കിയുള്ള അടിമകളിൽ കൂടി നിക്ഷിപ്തമാവുകയാണ്. ഇനി ജനം ടി വിയും വെച്ചുകൊണ്ടിരിക്കരുത്. മൊയ്ലാളി ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഏഷ്യാനെറ്റിൻ്റെ പണി എന്താണെന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ? രാവിലെ മുതൽ പോയി മൊയ്ലാളിയുടെ ഓഫീസ് റൂം അടിച്ചു വാരുന്നത് മുതൽ മൊയ്ലാളി ടോയ്ലറ്റിൽ പോകുന്നത് വരെ ഏഷ്യാനെറ്റിൽ ഇനി മുതൽ ലൈവ് ഉണ്ടാകും. കാര്യം മൊയ്ലാളിയുടെ ഒരു വാക്കെങ്കിലും മിസ്സായാൽ അതിന് വലിയ വിലയായിരിക്കും ഇനി കൊടുക്കേണ്ടി വരുന്നത്. ജനം ടി വിയെ അത് തുടങ്ങിയ ഉള്ളി സുരയും സംഘവും അവർക്കൊപ്പം തന്നെ കൊണ്ടുപോയി അവരുടെ വാർത്തകൾ പ്രക്ഷേപണം ചെയ്യിപ്പിക്കുന്ന മുതലാളിമാരുമായിട്ട് ഒരു വഴിക്കും, ഇപ്പുറത്ത് സവർണ കച്ചവടക്കാരെല്ലാം കൂടി ചേർന്ന് രായു മുതലാളിയുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് മറ്റൊരു വിഭാഗം ഏഷ്യാനെറ്റിലൂടെയുമായിരിക്കും ഇനി ബി.ജെ.പിയുടെ രണ്ട് വിഭാഗങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഔദ്യോഗികമായി അറിയാൻ കഴിയുന്നത്. എന്തായാലും ഏഷ്യാനെറ്റിലെ ജീവനക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നാളെ മുതൽ പഞ്ച് ചെയ്യേണ്ടത് ബി.ജെ.പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ്. വിനു വി ജോൺ രാവിലെ 6 മണിക്ക് തന്നെ രായു മുതലാളിയുടെ അടുക്കളയിൽ പണിക്ക് കയറി ചായ ഇട്ട് കൊടുത്തുകൊണ്ട് വേണം അദ്ദേഹം തുടക്കം കുറിക്കേണ്ടത്. അതിനുശേഷം മെനു പ്രത്യേകം മുതലാളി പുറത്തിറക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ആ വിഭവങ്ങളെല്ലാം കൃത്യസമയത്ത് എത്തിക്കണം. ഒപ്പം മുള്ളാൻ പോയാൽ പോലും അതിൻ്റെ ലൈവ് നഷ്ടപ്പെട്ടാൽ ജോണിൻ്റെ മോൻ്റെ പണി ഇനിയിപ്പോൾ ആമേഴഞ്ചാം തോട് ക്ലീൻ ചെയ്യേക്കം വല്ലതും ആയിരിക്കും. അതിനപ്പുറത്തേക്ക് വേറെ പണിയൊന്നും കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് അടുത്ത 3 വർഷം ഏഷ്യാനെറ്റിൻ്റെ ടെലികാസ്റ്റ് നടക്കാൻ പോകുന്നത് ബി.ജെ.പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നാണ്. രാവിലെ മുതൽ ഓഫീസ് പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തുന്നതും അതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും ബി.ജെ.പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നായിരിക്കും. അതിനകത്തിരുന്നു കൊണ്ട് എന്നിട്ടും നമ്മൾ പറയും, ഞങ്ങൾ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തനമെന്ന് പറഞ്ഞാൽ അത് അപൂർവങ്ങളിൽ അപൂർവമാണെന്നൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും തള്ളിമറിക്കാം. നേരത്തെ മുതലാളി കുംഭമേളയ്ക്കെതിരെ ഒരു വാർത്ത കൊടുത്തതിനെ അടിസ്ഥാനപ്പെടുത്തി സിന്ധു സൂര്യകുമാറിനെ സോഷ്യൽ മീഡിയയിലൂടെ താക്കീത് ചെയ്തതുപോലെ ഇനിയിപ്പോൾ നേരെ ബി.ജെ.പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു വരുത്തി ജോണിൻ്റെ മോൻ്റെയൊക്കെ കടവായിലെ പല്ലടിച്ച് തെറിപ്പിക്കാനാണ് അവസരമുണ്ടാകാൻ പോകുന്നത്. കാര്യം ബി.ജെ.പി വാർത്തകൾ ഏതെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ ഇനി ഇവർക്കൊന്നും അവിടെ പണിയുണ്ടാകില്ല. ഇത്രയും കാലം ഒളിഞ്ഞും തെളിഞ്ഞും ബി.ജെ.പിക്ക് വേണ്ടി ഭജന സംഘവും കുരവയിട്ടുകൊണ്ടിരുന്ന ടീംസിനും ഔദ്യോഗികമായി തന്നെ ചാനലിൻ്റെ ടെലികാസ്റ്റ് ഇനി മുതൽ ബി.ജെ.പി ഓഫീസിൽ നിന്ന് തന്നെ മാറ്റാൻ തീരുമാനിച്ചിട്ടുള്ള വിവരങ്ങൾ ഏഷ്യാനെറ്റ് ജീവനക്കാരെ അറിയിച്ചതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും ഇനി നമ്മുടെ നാട്ടിൽ നിഷ്പക്ഷ മാധ്യമം എന്നുള്ളതിലേക്ക് ആരും കാണേണ്ടതില്ല. ജനം ടി വി ഇനി മുതൽ വി മുരളീധരൻ, ഉള്ളി സുര ടീംസിൻ്റെ വാർത്തകളും മുതലാളിയും സംഘത്തിൻ്റെ വാർത്തകൾ ഏഷ്യാനെറ്റിലൂടെ ടെലികാസ്റ്റ് ചെയ്യാനാണ് നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും മുതലാളി തീറ്റിപ്പോറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു ചുമതല ഏറ്റെടുത്താൽ അതിനകത്തിരിക്കുന്ന മൊയ്ലാളിയുടെ ചാവേറുകൾക്ക് ഒറ്റ ഉത്തരവാദിത്വമേ ഉള്ളൂ: കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരെ വാർത്ത സൃഷ്ടിക്കുക എന്നതിനപ്പുറം മറ്റൊരു ഉത്തരവാദിത്വവുമില്ല. അതുകൊണ്ട് ഏഷ്യാനെറ്റ് നാളെ മുതൽ മുതലാളിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായിട്ട് ചുമതലയേറ്റ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുക്കളയിൽ നിന്ന് വേണം ചാനലിൻ്റെ ടെലികാസ്റ്റ് നടത്താനെന്ന നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വിനു വി ജോണും സംഘവും പെട്ടിയെടുത്ത് മൊയ്ലാളിയുടെ അടുക്കളയിൽ പോയി നാളെ മുതൽ ആ കുക്കിൻ്റെ പണി ഏറ്റെടുക്കണമെന്നുള്ള അഭ്യർത്ഥന വിനീതമായി മുന്നോട്ട് വയ്ക്കുകയാണ്.